ഡിബേറ്റ് വിത്ത് മാധു സജി. പെട്ടിയിലെ വോട്ട് ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് തോന്നുന്ന നേരമാണ്. ഒറ്റയാഴ്ച കേരളം കാത്തിരിക്കുന്ന വിധി ദിനമാണ് 7ാം ദിനം. ആകാശത്തോളമാണ് അവകാശവാദങ്ങൾ. ന്യൂനപക്ഷ വോട്ടുകൾ എതിരല്ല എന്ന നിഗമനത്തിൽ LDF. കാന്തപുരം SDPI വോട്ടുകൾ തുണയാകുമെന്ന് വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരത്തിലും മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണത്തിലും പ്രതീക്ഷയർപ്പിച്ച് UDF. 4 സീറ്റുകൾ ഉറപ്പിച്ചെന്ന് BJP പക്ഷം. ആരു ജയിച്ചാലും ചരിത്രമാകുന്ന വിധിയെക്കുറിച്ച് പുറത്തു കാണുന്ന ആത്മവിശ്വാസമുണ്ടോ മുന്നണികൾക്ക്? കടുത്ത രാഷ്ട്രീയ പോരിലേക്ക് വഴിവെച്ച പ്രചാരണ കാലം, ഇരുണ്ട കാലമെന്ന ഇരുട്ടടി. മുഖ്യമന്ത്രിയിലേക്ക് ഊന്നിയുള്ള പ്രതിപക്ഷ പ്രചാരണങ്ങൾ, ഡീൽ മുതൽ സാമുദായിക വിഷയങ്ങൾ വരെ. പോരാഞ്ഞു വോട്ടിന് നോട്ടും. തെരഞ്ഞെടുപ്പിന് പിന്നാലെ 100 സീറ്റ് അവകാശവാദവുമായി UDF-ഉം മിനിമം 90 സീറ്റ് എന്ന ആത്മവിശ്വാസവുമായി LDF-ഉം. മുഖ്യമന്ത്രി ചർച്ചകളുമായി കോൺഗ്രസ് നിറഞ്ഞു കളിച്ച കാലത്ത് കടുത്ത പരിഹാസമായിരുന്നു ഇടതിന്റെ ആയുധം. വയനാട് ടൗൺഷിപ്പിലെ വീടുകളും കറന്റു കട്ടും തുടർ വിവാദങ്ങളാകുമ്പോൾ നാളെണ്ണി കാത്തിരിക്കുകയാണ് കേരളം. ചോദ്യം ഇതാണ്: 7ാം നാൾ ആര്? CPM-ൽ നിന്ന് ശ്രീ SK സജീഷ്, കോൺഗ്രസിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ, വലത് നിരീക്ഷകൻ ശ്രീ AK അനുരാജ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജേക്കബ് ജോർജ് എന്നിവർ നമ്മളോടൊപ്പം തത്സമയം. ശ്രീ സന്ദീപ് വാര്യർ, ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഭരണത്തിന്റെ മാമ്പഴം പിണറായി കുത്തിക്കു. നിങ്ങൾ മധു, വോട്ടെല്ലാം പെട്ടിയിലായി. കേരളത്തിലെ ജനങ്ങളുടെ ജനവിധി എന്താണെന്നറിയാൻ ഏതാനും ഒരാഴ്ച കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. സാധാരണ ഇതിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും സാമൂഹിക പ്രവർത്തകർക്കും ഒക്കെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനും അവകാശവാദങ്ങൾ ഉന്നയിക്കാനും ഒക്കെയുള്ള സമയമാണിത്. അത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ആർക്കുമുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാൻ ആർക്കുമുള്ള സ്വാതന്ത്ര്യത്തെ ഒന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷ ഭരണം തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുകയും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയ്ക്കും ഒരു മുന്നണി എന്നുള്ള നിലയ്ക്കും ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു തിരിച്ചുവരവേണ്ട തെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ ജനങ്ങൾ UDF-ന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ ശക്തമായിട്ടുള്ള വോട്ടിംഗ് UDF-ന് അനുകൂലമായി ഉണ്ടായി എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു ജനവിധി ഉണ്ടാകും. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഏതാനും ദിവസങ്ങൾക്കകം കേരളത്തിൽ രൂപീകരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള ബോധ്യവും ഉത്തമമായിട്ടുള്ള വിശ്വാസവും അക്കാര്യത്തിലുണ്ട്. മറുവശത്ത് വിവിധ ആളുകൾക്ക്, വിവിധ സാമുദായിക നേതാക്കന്മാർക്ക്, അതല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തകർക്കൊക്കെ അഭിപ്രായം പറയാനുള്ള സമയമാണ്. 4ാം തീയതി ഉച്ച കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും അഭിപ്രായം പറയാം. അങ്ങനെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തോട് എല്ലാവിധത്തിലുള്ള ബഹുമാനവും ഉണ്ട്. അത് ആർക്ക് വേണമെങ്കിലും അത്തരം അഭിപ്രായങ്ങൾ പറയാം. അല്ല, ഇപ്പൊ 4ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ആർക്കും അഭിപ്രായം പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ UDF ആണ് വിജയിക്കുന്നതെങ്കിൽ അപ്പോഴും ഈ പറയുന്ന സാമുദായിക നേതാക്കൾക്കൊക്കെ മന്ത്രിമാരുടെ എണ്ണത്തിൽ, വകുപ്പുകളുടെ കാര്യത്തിൽ, താക്കോൽ സ്ഥാനങ്ങളിലൊക്കെ അഭിപ്രായം ഉണ്ടാകുമല്ലോ. കോൺഗ്രസിന് അതൊക്കെ കണക്ക് വെച്ച ചരിത്രമാണല്ലോ ഉള്ളത്. അല്ല, 4ാം തീയതിക്ക് ശേഷമുള്ള സെനാരിയോ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ്. അവിടെ ആളുകൾ എന്തൊക്കെ അഭിപ്രായം പറയുന്നത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ 4ാം തീയതി ഉച്ച വരെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ സ്പെക്കുലേഷൻസ്, പ്രഡിക്ഷൻസ് ഒക്കെ രാഷ്ട്രീയമായിട്ട് നിരീക്ഷിക്കുന്ന ആർക്കും പറയാം. അത് അഭിപ്രായ സിറ്റുവേഷൻ ആണെന്നുള്ളത് അങ്ങനെ ഒരു ബോധ്യം കോൺഗ്രസ്സുകാർക്ക് വന്നുവോ? ഉവ്വോ? ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞത് 4ാം തീയതി UDF-ന്റെ വിജയത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന പ്രതികരണങ്ങളൊക്കെ ഹൈപ്പോത്തറ്റിക്കൽ എന്നാണ് ഞാൻ പറഞ്ഞത്. അത്തരം പ്രതികരണങ്ങൾ ആ സിറ്റുവേഷൻസിനനുസരിച്ച് പല ആളുകളും പലതും പറയും. വിജയത്തിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച ആളുകളാണ്, പ്രവർത്തിച്ച ആളുകളാണ്, പൊതുസമൂഹത്തിന് ഇടയിൽ ഇറങ്ങി വോട്ട് ചോദിച്ച ആളുകൾ എന്നുള്ളതായിരിക്കും. ഞങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ബോധ്യമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി നിർത്തി അത് ഞങ്ങളുടേതായിട്ടുള്ള ബോധ്യവും ഞങ്ങളുടേതായിട്ടുള്ള അസസ്മെന്റും ഞങ്ങളുടേതായിട്ടുള്ള വിലയിരുത്തലുമാണ്. ആ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് 4ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ആളുകൾ എന്തൊക്കെ അഭിപ്രായം മാറ്റി പറയും, എന്തൊക്കെ പറയുമെന്ന് സംബന്ധിച്ച് അതൊക്കെ അവരുടെ താല്പര്യങ്ങളും അതൊക്കെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ്. പല ആളുകളും ഓട്ടോറിക്ഷ പോലെയാണ്. സിഗ്നൽ ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് വെട്ടിത്തിരിയുന്ന സ്വഭാവമൊക്കെ കാണിക്കുന്ന പല ആളുകളും കേരളത്തിലുണ്ട്. അതൊക്കെ 4ാം തീയതി ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കാണാം. ശരി, ശ്രീ സന്ദീപ് വാര്യർ, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ SK സജീഷ്, ഏതാണ്ട് ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള ചർച്ചകൾ മാത്രമേ ഉള്ളൂ. നോക്കൂ, കോൺഗ്രസ് ആണ് ഇത്രയും ദിവസം ഈ മുഖ്യമന്ത്രി ചർച്ചകളുമൊക്കെയായി സജീവമായിരുന്നെങ്കിൽ ലീഗ് പോലും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത് തീരുമാനിക്കുന്നതിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയൊന്നും കേട്ടിട്ടേ ഇല്ല ഇക്കാലത്ത്. അപ്പോൾ UDF ഏതാണ്ട് ഉറപ്പിച്ചു എന്നുള്ളതാണോ?
ഈ 90 സീറ്റ് എന്ന് പറയുന്നത് താൽക്കാലിക ഒരു രാഷ്ട്രീയ ആത്മവിശ്വാസത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനം മാത്രമാണോ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത്? അല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഇടവേളയിലും ഇത്തരത്തിലുള്ള ചർച്ചകളെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് തന്നെ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ശ്രീ വി ഡി സതീശനും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം മുഖ്യമന്ത്രി സ്ഥാനം പകുതിയായി വീതിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വന്നിരുന്നു. ഇപ്പോൾ പുതുതായി അത് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നേരത്തെയുള്ള വാർത്തകൾ കേൾക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മറവിയിൽ പോയതുകൊണ്ടോ ഇവരുടെ രീതികളിൽ നമുക്ക് അത്ഭുതം തോന്നിയേക്കാം. എന്നാൽ അതല്ലാത്ത രീതിയിൽ അതൊരു അത്ഭുതത്തിന് വകയുള്ള കാര്യമല്ല എന്ന് തന്നെയാണ് കരുതുന്നത്. ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾക്ക് ആ തെരഞ്ഞെടുപ്പാനന്തരം ലഭിക്കുന്ന കണക്കുകളുടെയും അടിസ്ഥാനത്തിലാണ് നേരത്തെ ഉള്ളതുപോലെ തന്നെ 90-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർ ഭരണം കേരളത്തിലുണ്ടാകും. അത് കേരളത്തിൻ്റെ പൊതു ആവശ്യമാണ്. അതിൻ്റെ കൂടെ ജനങ്ങളും ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിലെ കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാലും ആ ട്രെൻഡ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. VS ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് 90-ലധികം സീറ്റ് നേടിക്കൊണ്ടാണ്. പിന്നീട് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അത് 68 സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടി. ഒരു ഫോട്ടോ ഫിനിഷിൽ ഏതാണ്ട് 500-ൽ താഴെ വോട്ടിൻ്റെ വ്യത്യാസം ചില മണ്ഡലങ്ങളിൽ ഉണ്ടായപ്പോൾ മാത്രമാണ് ആ തെരഞ്ഞെടുപ്പിൽ രണ്ടാം VS ഗവൺമെൻറ് ഇല്ലാതെ പോയത്. പിന്നീട് തുടർച്ചയായി 2 തവണ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴും 90-ലധികം സീറ്റുകൾ നേടിയിട്ടുണ്ട്. അതായത് നിലവിലുള്ള കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ പുനർനിർണയത്തിന് ശേഷം പരിശോധിച്ചാൽ 90-ലധികം സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എക്കാലത്തും നേടിയിട്ടുണ്ട്. അത് ഭരണം കഴിഞ്ഞിട്ടായാലും ഒക്കെ ആയാലും അങ്ങനെ നേടിയെന്ന് കാണാൻ വേണ്ടി കഴിയും. അതിൽ 68 സീറ്റ് എന്ന ഫോട്ടോ ഫിനിഷ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ എസ് കെ സജീഷ് അങ്ങ് പറയുന്നത് ശരിയാണ്. ഒരു പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിനും സമാനമായ ഒരു പാറ്റേണിലാണ് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ തദ്ദേശ ഭൂപടം എന്ന നിലയ്ക്കുള്ള വിലയിരുത്തലുകളായിരുന്നു. അവിടെ കോൺഗ്രസിന് ഒരു വലിയ എഡ്ജ് ഉണ്ടാക്കാൻ കഴിയുന്നത് ഒരു തരംഗത്തിന്റെ ഭാഗമാണ്. ആ തരംഗത്തിന്റെ തുടർച്ചയുണ്ടാകുമെന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം. അല്ല, അതിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ നേരത്തെ നമുക്ക് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഇതിനും സമാനമായതോ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ സീറ്റ് നഷ്ടപ്പെടുന്നതോ ആയ സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് എത്തിയത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിലും മെച്ചപ്പെട്ട രീതിയിൽ ഇന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം കൂടി, രാഷ്ട്രീയമായ യാഥാർത്ഥ്യം കൂടി നാം കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഇടയിൽ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും കരുതലോടെ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് പ്രവർത്തനങ്ങളും എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇവിടെ പ്രതിപക്ഷം പ്രതിരോധത്തിലാകുന്ന സാഹചര്യമാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതുൾപ്പെടെ പ്രതിഫലിച്ചിട്ടുണ്ട്. മറ്റതെല്ലാം അവരുടെ മനക്കോട്ടകളാണ്. അതെല്ലാം നമുക്ക് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് കാണാൻ കഴിയുന്നതേ ഉള്ളൂ. ശരി, ശ്രീ എ കെ രാജ, 4 സീറ്റ് എന്നുള്ളതാണ് BJP ഈ ഘട്ടത്തിൽ കണക്ക് കൂട്ടുന്നത് എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. ഈ SIR-ൽ നഷ്ടപ്പെട്ട വോട്ടുകളുമായി ബന്ധപ്പെട്ട് BJPക്ക് വലിയ ആകുലതകളുണ്ടോ? മഞ്ചേശ്വരം, കാസർഗോഡ് അടക്കമുള്ള മണ്ഡലങ്ങളിൽ, ഇപ്പോൾ കഴക്കൂട്ടം അടക്കമുള്ള മണ്ഡലങ്ങൾ, നിങ്ങൾ പ്രതീക്ഷ വെച്ച മണ്ഡലങ്ങളിൽ SIR തിരിച്ചടിക്കുമോ? അല്ല, SIR ഒരു യാഥാർത്ഥ്യമാണല്ലോ. BJP SIR-നെ ഒരിക്കലും എതിർത്തിട്ടില്ലല്ലോ. അപ്പോൾ എന്താണോ കേരളത്തിലുള്ള ശരിയായ വോട്ടർമാർ, അതിൽ എത്ര പേർ BJPയെ പിന്തുണയ്ക്കുമോ അതിനനുസരിച്ചാണ് വിജയമുണ്ടാകുക. അതുകൊണ്ട് SIR-നെ സംബന്ധിച്ച് ഒരു പ്രത്യേക ആശങ്കയ്ക്കൊന്നും വകയില്ല. പിന്നെ കേരളത്തിലെ സാഹചര്യം നമുക്കറിയാം. വോട്ടിംഗ് പാറ്റേണിൽ പ്രകടമായ മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മുന്നണികളും ക്രൈസ്തവ ഇസ്ലാമിക പോളറൈസേഷനുള്ള ശ്രമം വളരെയധികം നേരത്തെ തൊട്ട് നടത്തുന്നുണ്ട്. അത് ഇത്തവണ കൂടുതൽ തീവ്രമായിട്ട് നടത്തി. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള മത്സരമാണ് ആ 2 മുന്നണികളും തമ്മിലുള്ളത്. ഈ സാഹചര്യം നമുക്കറിയാം. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായ വോട്ടർമാരാണെന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അതുകൊണ്ട് ആ വോട്ടർമാർ ഈ സാഹചര്യം തിരിച്ചറിയും. അതായത് കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് UDF-ഉം LDF-ഉം നടത്തിയത് എന്ന് മനസ്സിലാക്കും. ആ രീതിയിൽ വലിയ തോതിലുള്ള എന്നൊരു ബോധ്യം തെരഞ്ഞെടുപ്പിന് ശേഷം പെട്ടെന്ന് BJPക്ക് ഉണ്ടായതാണോ, അതോ തെരഞ്ഞെടുപ്പിനോട് അടുത്ത സമയത്ത് തന്നെ ഉണ്ടായോ? ക്രിസ്ത്യൻ ഔട്ട്റീച്ച് മിഷൻ പാളി എന്നിടത്താണോ ആ പോളറൈസേഷൻ എന്ന വാക്കുണ്ടാവുന്നത്? അല്ല, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് BJPയുടെ ശ്രമമാണ്. പക്ഷെ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത്
കേരള കോൺഗ്രസ് പാർട്ടികൾ രണ്ട് മുന്നണികളുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. വലിയ തോതിൽ ക്രിസ്ത്യൻ വോട്ട് കയ്യിലുള്ള പാർട്ടികളാണവ. അതുപോലെ തന്നെ കോൺഗ്രസിൽ നല്ലതുപോലെയുള്ള ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്, CPM-ലും കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. അപ്പോൾ ആ വോട്ടുകളെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പോളറൈസേഷനിൽ ശ്രമം ഉണ്ടായത്. നമുക്കറിയാം, ഇപ്പോൾ ഈ FCRA ആക്റ്റൊക്കെ അത് അങ്ങനെ ഒരു സംഗതി വരികയും അതിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾക്ക് വളരെ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയൊക്കെ പോളറൈസേഷൻ പറ്റുമോ, ഒരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടാൻ ശ്രമിച്ചപ്പോൾ മറ്റേ വിഭാഗം SDP-യെ കൂട്ടാൻ ശ്രമിച്ചു. ആ രീതിയിൽ എങ്ങനെയൊക്കെ പോളറൈസേഷനെ മത ധ്രുവീകരണത്തെ വർദ്ധിപ്പിച്ചെടുക്കാമോ അതിനുള്ള ശ്രമങ്ങളാണ് ഇരു മുന്നണികളും നടത്തിയത്. പക്ഷേ ആ യാഥാർത്ഥ്യം എത്ര കാലം കേരളം അതിനോട് കണ്ണടച്ചിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ മാറ്റം വോട്ടർമാരിൽ നിന്നുണ്ടാകും. പ്രത്യേകിച്ച് യുവ വോട്ടർമാരിൽ നിന്ന് വലിയ തോതിലുള്ള എതിർപ്പ്, ഈ രീതികളോടുള്ള എതിർപ്പ് പ്രകടമായി കാണാൻ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ സാധിച്ചിരുന്നു. പിന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം BJP എന്തായാലും വളർച്ച തന്നെയാണ് ഈ ഇലക്ഷനിൽ രേഖപ്പെടുത്തുക. അത് മണ്ഡലങ്ങളെ സംബന്ധിച്ച് എത്ര മണ്ഡലം എത്ര സീറ്റ് എന്നൊന്നും BJP ഈ രീതിയിൽ 4 സീറ്റ് എന്നൊരു കൺക്ലൂഷനിലേക്കൊന്നും എത്തിയതായിട്ടൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അത് മാധു ചിലപ്പോൾ മാധുവിൻ്റെ മാധ്യമപ്രവർത്തന സംവിധാനത്തിലൂടെ മനസ്സിലാക്കിയതായിരിക്കും. അതിൽ ഞാൻ ചോദ്യം ചെയ്തില്ല. പക്ഷേ അതേസമയം അതിൽ എത്രയോ കൂടുതൽ സീറ്റുകളിലാണ് NDA-ക്ക് ഇത്തവണ സാധ്യതയുള്ളത്. അതിന് പല അനുകൂല ഘടകങ്ങളുണ്ട്. അതായത് BJP-യോടൊപ്പം തന്നെ നേരത്തെയുള്ള BDJS, അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു പാർട്ടി കൂടി 2020 കൂടി വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ ശക്തമായ ഒരു മുന്നണി സംവിധാനത്തിലൂടെയാണ് NDA മുന്നോട്ട് പോയത്. അതോടൊപ്പം സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ കൊണ്ടുവരാൻ സാധിച്ചു. ആ രീതിയിൽ വലിയ തോതിലുള്ള സംഘടനാ സംവിധാനം നടത്തിക്കൊണ്ടാണ്. ശരിയായിരിക്കാം, ഒരുപക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ ഒരു വോട്ടിൽ വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്. അങ്ങ് തന്നെ ഉപയോഗിച്ച വാക്ക് സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ളതാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിന് മുസ്ലിം സമുദായത്തിന്റെ വോട്ടിന് മുകളിൽ വലിയ സ്വാധീനമുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷെ BJP ശ്രമിച്ചത് എന്താണ്? ക്രിസ്ത്യൻ ഔട്ട്റീച്ചിലൂടെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കയ്യിലെടുക്കുക വഴിയോ, ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി സഖ്യസാധ്യത വെച്ച് പുലർത്തുക വഴിയോ ക്രിസ്ത്യൻ വോട്ടിനെ സ്വാധീനിക്കുക എന്നുള്ളതല്ല, സഭകളുമായിട്ടുള്ള നേരിട്ടുള്ള ആശയവിനിമയം, അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടിന് വേണ്ടിയിട്ടുള്ള നേരിട്ടുള്ള ശ്രമങ്ങൾ. അപ്പോൾ ഇതിലേതാണ് യഥാർത്ഥത്തിൽ പോളറൈസേഷൻ എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ പറയാൻ കഴിയുന്നത്? നിങ്ങളൊരു സമുദായത്തിൻ്റെ വോട്ട് നേരിട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ശ്രമങ്ങൾ ജനാധിപത്യത്തിൻ്റെതാവുകയും അതിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വഴി ആ വോട്ടിലേക്ക് ശ്രദ്ധ വെക്കുക പോളറൈസേഷനുമാകുന്നത് എങ്ങനെയാണ്? അതൊരു ഇരട്ടത്താപ്പല്ലേ വളരെ പ്രകടമായി? അങ്ങനെ ഇരട്ടത്താപ്പൊന്നുമില്ല. അതായത് എല്ലാ പാർട്ടികളും എല്ലാവരുടെയും വോട്ടുകൾ നേടാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ മതപരമായ ഒരു പോളറൈസേഷൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഞാൻ ഇടതുപക്ഷ അല്ലെങ്കിൽ വലതുപക്ഷ മുന്നണികളെ കുറിച്ച് പറഞ്ഞത്. അതേസമയം പാർട്ടികൾ, അത് ഏത് പാർട്ടി ആയാലും, അത് CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ഒക്കെ വിവിധ വിഭാഗങ്ങളുടെ എല്ലാ വിഭാഗം വോട്ടർമാരുടെയും വോട്ട് നേടാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോഴേ നമ്മൾ ഈ പറയുന്ന മതനിരപേക്ഷതയൊക്കെ യാഥാർത്ഥ്യമാകുള്ളൂ. അല്ലാതെ ഒരു വിഭാഗത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ലോ ചെയ്യേണ്ടത്. ആ രീതിയിലാണ് എന്തെങ്കിലും ഒരു പ്രതികരണമോ അങ്ങനെ ഒരു ഈ രണ്ട് കേരള കോൺഗ്രസുകളും എന്തെങ്കിലും ഒരു പോളറൈസേഷന് വഴിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണമോ രാഷ്ട്രീയ വിവാദമോ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? വളരെ ഡയറക്റ്റായി വളരെ രൂക്ഷമായ ഒരു സാമുദായിക ആരോപണം കേരള കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് നേരെ വെക്കുമ്പോൾ അതൊരു ഉദാഹരണമായി പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടോ? എനിക്കതൊരു രൂക്ഷമായ ആരോപണമായിട്ട് തോന്നിട്ടില്ല, യാഥാർത്ഥ്യമായിട്ടേ തോന്നിയിട്ടുള്ളൂ. കേരള കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തുള്ള ആൾക്കാരുടെ ഒക്കെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ, അവ ശക്തമായി നിൽക്കുന്ന ഏത് മേഖലയിലാണെന്ന് പരിശോധിച്ചാൽ ഇത് വളരെ വ്യക്തമല്ലേ. ഇതിലിപ്പോ എന്താ ഒരു പുതിയതായിട്ടൊരു ആരോപണം? ഏതു മതം എന്നുള്ളതാണോ? ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ മതം നോക്കിയിട്ടാണോ അവരുടെ ഈ സാമുദായിക ഇടപെടലുകളെ നോക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ജോർജ് കുര്യനൊക്കെ ആ നിലയ്ക്ക് പെടുമോ, ആ കാറ്റഗറിയിൽ വരുമോ? എങ്ങനെയാണ് നിങ്ങൾക്ക് ആളുകളുടെ പേരുകളും മതവും ഒക്കെ അവരുടെ സാമുദായിക താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണെന്ന് തോന്നുന്നത്? ജോർജ് കുര്യൻ കേരള കോൺഗ്രസിലല്ലോ. അപ്പൊ നിങ്ങളുടെ പാർട്ടിയിൽ വന്നാൽ കുഴപ്പമില്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്നവർ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്നവരാകുമ്പോൾ അവരൊക്കെ മതവാദികൾ. അവരെല്ലാം ഒരു മതത്തിലാവുമ്പോഴാണ് ഞാൻ ആ സാഹചര്യത്തെയാണ് ചോദിച്ചത്. ഇപ്പോൾ നമ്മൾ മുസ്ലിം ലീഗിനെ പറ്റി പറയുന്നു, സാമുദായിക പാർട്ടി എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് കേരള കോൺഗ്രസുകളുടെ DC. അതൊക്കെ നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടത്. ഇതൊക്കെ ഒരു പ്രാഥമിക കാര്യങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ആ മതത്തിലുള്ളവരാണ് ആ പാർട്ടിയിൽ കൂടുതൽ. അങ്ങനെയാണെങ്കിൽ BJP-ക്ക് ന്യൂനപക്ഷ MP-മാരുടെ കാര്യത്തിൽ വലിയ കുറവുണ്ടല്ലോ, അതൊരു മതപാർട്ടിയാണ് എന്ന് അങ്ങ് പറയുമോ? BJP-യുടെ പല സ്ഥാനങ്ങളിലും ഔദ്യോഗിക സ്ഥാനങ്ങളിലും എല്ലാ മതവിഭാഗക്കാരും ഇരിക്കുന്നുണ്ട്. എംപിമാരുടെ എണ്ണം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ചോദിക്കുന്നത്, രാഷ്ട്രപതി മുതൽ കേന്ദ്രമന്ത്രി മുതൽ ഇപ്പോൾ ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുട്ടി മുതൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ മുതൽ കഴിഞ്ഞ ഇലക്ഷനിൽ മത്സരിപ്പിച്ച നമ്മുടെ
അബ്ദുൽ സലാം മുതൽ അങ്ങനെ എത്ര പേര് എവിടെയൊക്കെ ഇരിക്കുന്നു? അപ്പോൾ ഈ എം പിമാരുടെ എണ്ണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എംപിമാരുടെ എണ്ണം വലിയൊരു സൂചകമാണല്ലോ. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ മുഴുവനും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് പറയാൻ കഴിയില്ല. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളിൽ ഇപ്പൊ കൂത്തുപറമ്പ് സ്ഥാനാർത്ഥി ആ മതവിഭാഗത്തിൽ പെടുന്ന ആളല്ല. അപ്പൊ അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എല്ലാവർക്കും പറയാനുണ്ടാകും. പക്ഷെ അവനവന്റെ തട്ടെപ്പോഴും താഴ്ന്നിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി പ്രയോഗിക്കരുത് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. കേരള കോൺഗ്രസ് ഒരു സാമുദായിക പോളറൈസേഷന് വേണ്ടി ശ്രമിച്ചൊരു പാർട്ടിയാണെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞു, ഞാൻ ചോദിച്ചു ഉദാഹരണമുണ്ടോ? അപ്പൊ അവരൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പെടുന്നവരാണ്, അതുകൊണ്ട് പോളറൈസേഷന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളതൊക്കെ വളരെ മോശമായ ആരോപണമാണ്. ശ്രീ കെ രാജ, ആ നിലയ്ക്ക് പോകരുത് കേരളത്തിന്റെ രാഷ്ട്രീയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അവിടെ നിർത്താം നമുക്ക്. ശ്രീ ജേക്കബ് ജോർജ്, 7 ദിവസത്തിന് ശേഷം കേരളം കാത്തിരിക്കുന്നത് ആര് ജയിച്ചാലും അത് ചരിത്രപരമായ ഒരു വിധി എന്ന നിലയ്ക്ക് തന്നെയായിരിക്കും. തുടർ ഭരണം അല്ലെങ്കിൽ തുടർ പ്രതിപക്ഷം എന്ന നിലയ്ക്ക്. അതിനിടയിൽ BJP വലിയ പ്രതീക്ഷ വെക്കുന്ന ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട് എന്നതും വളരെ ഒരു പ്രഡിക്ഷന് സാധ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് അങ്ങ് വിചാരിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്ന വാദഗതിയുടെ തുടർച്ചയായിട്ട് ഞാൻ പറയാം. കേരളത്തിൽ എന്നും എക്കാലത്തും 2 തുല്യശക്തികൾ, ഏറെക്കുറെ തുല്യശക്തികൾ തമ്മിലുള്ള പരസ്പര യുദ്ധമായിരുന്നു, പോരാട്ടമായിരുന്നു. അതേ ഒരു പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിരിക്കുന്നത്. അതിന്റെ ഫലമാണ് മെയ് 4 വരാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് വലിയ കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നില്ല, മാറ്റങ്ങൾ ഉണ്ടാവും, യാതൊരു സംശയമില്ല. BJP ഇനി എങ്ങോട്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. BJPയെ കുറിച്ച് നിങ്ങൾ കുറച്ച് മിനിറ്റുകളോളം സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, BJPക്ക് എന്തുകൊണ്ട് കേരളത്തിൽ ഈ 2 പാർട്ടികൾക്കിടയിൽ ഒരല്പം സ്പേസ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല? കാരണം അവരുടെ മതചിന്ത തന്നെയാണ്. ആ മതചിന്ത, ആ സ്വാർത്ഥ ചിന്ത കേരളത്തിൽ ചെലവാകാതിരുന്നത് കൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ മണ്ഡലത്തിലേക്ക് അവർക്ക് കടക്കാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് അവർ ക്രിസ്ത്യാനികളെ കൂട്ടുപിടിക്കാൻ നോക്കിയത്. അല്ലാതെ കേരളത്തിലെ ജനവിഭാഗങ്ങളിലേക്ക്, കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറാനല്ല നോക്കിയത്. കേരളത്തിലെ ക്രിസ്തു മതത്തിലേക്ക്, ക്രിസ്തു സമുദായങ്ങളിലേക്ക് കടക്കാനാണ് അവർ ശ്രമിച്ചത്. അങ്ങനെ ക്രിസംഗികൾ രൂപം കൊണ്ടു. പക്ഷേ എങ്ങും എത്തിയില്ല. തീർച്ചയായിട്ടും അവരുടെ ശ്രമം അവർക്ക് രാഷ്ട്രീയമായിട്ട് ശ്രമിക്കാം. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരുടെ ദൃഷ്ടിയിൽ മതപരമായ മുന്നേറ്റമാണ് ശരി എന്ന് തോന്നിയാൽ അതങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ അത് കേരളത്തിൽ ചെലവാകില്ല എന്നാണ് ഞാൻ കാണുന്ന ഒരു കാര്യം. രണ്ടാമത്, ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരം വളരെ കടുത്ത മത്സരം തന്നെയാണ്. ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്, അങ്ങ് അവർക്ക് ആ തരത്തിൽ സീറ്റ് നേട്ടമേ ഉണ്ടാകില്ല എന്നാണോ വിചാരിക്കുന്നത്? സീറ്റ് 2, 4 എന്നൊക്കെ പറയാം. അത് അവരെ ആരാണെങ്കിലും 4-ാം തീയതി റിസൾട്ട് വരികയില്ലേ? ഇപ്പോൾ 4 എന്നുള്ളത് 5 ആയിപ്പോയാൽ നമുക്കെന്താ ഛേദം? 4, 5, 10 പ്രതീക്ഷിച്ചോട്ടെ, പ്രശ്നമില്ല. ഞാൻ പറയുന്നത് ഈ 4-ാം തീയതി, അടുത്ത് വരാൻ പോകുന്ന 4-ാം തീയതി ഉച്ചയാവുമ്പോഴത്തേക്ക് കേരളത്തിന്റെ ഫലത്തിന്റെ സൂചന കേരളത്തിൽ ചിലവാകില്ല എന്ന ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് 4 എന്നുള്ളത് 5 എന്നായിപ്പോയാൽ എന്താ ഛേദം എന്ന മനസ്ഥിതി സ്വാഭാവികമായിട്ടുണ്ടാവില്ലല്ലോ. ഉണ്ടാവാം. ഒരു 4 എന്നുള്ളത് ഒരു 5 സീറ്റ്, ഇപ്പൊ 4 സീറ്റ് ആകാമെങ്കിൽ ഒരു സീറ്റ് കൂടുതൽ കിട്ടിയത് കൊണ്ട് ഇപ്പൊ നോക്ക് നിയമത്തിന്റെ സ്ഥിതി എന്താണ്? നിയമത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? കഴിഞ്ഞ അവിടെ ഒ രാജഗോപാൽ ജയിച്ച സീറ്റാണ്. അതെന്ത് പറ്റി? ആ സീറ്റിന് എന്ത് പറ്റി? അത് തിരിഞ്ഞു പറഞ്ഞ് CPM-ന്റെ കയ്യിൽ പോയില്ലേ? അതേപോലെ കേരളം അങ്ങനെ സ്ഥായിയായ വിലയിരുത്തൽ നടത്തുകയില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, പ്രത്യേകിച്ച് BJPയുടെ കാര്യത്തിൽ. കാരണം BJP കേരളത്തിൽ മറ്റ് 2 കക്ഷികൾ, ഒരു വശത്ത് കോൺഗ്രസും മറുവശത്ത് CPM-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കേരളത്തിൽ ഒരു വേരുകൾ ഉണ്ടാക്കിയത് വർഷങ്ങൾ, ദശകങ്ങൾ നീണ്ട അധ്വാനത്തിലൂടെയാണ്, രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ്, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ്. അവർക്ക് വലിയ വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു, വലിയ നേതാക്കന്മാർ. ആ നേതാക്കന്മാരൊക്കെ കൂടിയാണ് കേരളത്തെ സൃഷ്ടിച്ചെടുത്തത്. മാറി മാറി വന്ന ഗവൺമെന്റുകൾ എന്ന് തന്നെ ഞാൻ പറയും. കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെന്റുകൾ കേരളത്തെ രൂപപ്പെടുത്തിയെടുത്തത് കഠിനമായ അധ്വാനത്തിലൂടെയാണ്, രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ്.
ആ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നേടിയെടുത്ത ഗവൺമെന്റിന്റെ കരുത്തുകൊണ്ടാണ്. ആ കരുത്തിൽ വിദ്യാഭ്യാസമുണ്ട്, ആശുപത്രികളുണ്ട്, അതേപോലെ സാമൂഹിക പരിഷ്കാരങ്ങളുണ്ട്, സാമ്പത്തിക പരിഷ്കാരങ്ങളുണ്ട്, സാമ്പത്തികമായ മുന്നേറ്റങ്ങളൊക്കെയുണ്ട്. യാതൊരു സംശയമില്ല. അതുകൊണ്ട് കേരളത്തിൽ ഈ രണ്ട് മുന്നണികൾ തമ്മിൽ ഒരു കാര്യം, അതാണ് ഞാൻ പറഞ്ഞത്, ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കോൺഗ്രസിനും CPM-നും വിജയം അത്യാവശ്യമാണ്. വിജയിച്ചില്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും അത് വലിയ പതകമാണ്. ആരെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും ചരിത്രം, കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം എന്ന് നമുക്ക് ഒറ്റ വരിയിൽ എഴുതി വെക്കാൻ കഴിയുന്ന വിധി തന്നെയാണ് മെയ് 4-ാം തീയതി വരാനിരിക്കുകയും ചെയ്യുന്നത്. ശ്രീ സന്ദീപ് വാര്യർ, ഇന്നിപ്പോ ലീഗിന്റെ വീടുകൾ വയനാട്ടിൽ പൂർത്തിയായിരിക്കുന്നു. 51 വീടുകൾ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വീടുകളിൽ ആദ്യഘട്ടത്തിലുള്ള 51 വീടുകളുടെ കൈമാറ്റം നടന്നിരിക്കുന്നു. അവരെ കയറി അവിടേക്ക് അതിലേറ്റവും മനോഹരമായ ഒരു ചിന്ത എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, നാട്ടുകാരടക്കമുള്ളവർ വരേണ്ടതില്ല, അവരുടെ സ്നേഹവും സന്തോഷവുമായി അവിടെ ജീവിക്കട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ടുള്ള എല്ലാ സൗകര്യങ്ങളും വീട്ടുപകരണങ്ങളും അടക്കം കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്നേഹമാതൃക എന്ന നിലയ്ക്ക് തന്നെയാണ്. നോക്കൂ, UDF-ന്റെ ഘടകകക്ഷിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിക്ക് പക്ഷെ അവിടെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഈ ചടങ്ങിനെ വളരെ സന്തോഷത്തോടെ മൂന്നാമതൊരാൾ എന്ന നിലയ്ക്ക് നോക്കി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട്. അവിടെയാണ് CPM ചോദിക്കുന്നത്, ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പോലും നിങ്ങൾ പ്രഖ്യാപിച്ച ഒരു പ്രൊജക്ടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ കൂടി പ്രതികരിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഒരു സർക്കാരിനെ ദീർഘദൃഷ്ടിയോടെ നയിക്കാൻ കഴിയുന്നത് എന്ന് കേരള ജനത ചിന്തിച്ചിട്ടുണ്ടാകില്ലേ എന്ന്? അല്ലെ, വയനാട്ടിൽ CPM വല്ല വീടും ഉണ്ടാക്കിയിട്ടുണ്ടോ? CPM ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി അവിടെ എന്താ ചെയ്തിരിക്കുന്നത്? അവിടെ എവിടെയാണ് അവർ വീട് പണിതിട്ടുള്ളത്? CPM ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. വേറെ പൊളിറ്റിക്കൽ പാർട്ടി, ഞങ്ങളൊരു പ്രതിപക്ഷത്തുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ്. യെസ്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി, അവർക്ക് അതിന് ചെയ്യാൻ സാധിച്ചു. അവർ ഞങ്ങളുടെ അലയാണ്, ഞങ്ങൾ സഖ്യകക്ഷിയാണ്. ഞങ്ങൾക്ക് സന്തോഷവും അവർ ഞങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. പ്രത്യേകിച്ച് ബഹുമാനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി തങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു മാതൃക എന്ന് പറയുന്നത് ഒരു ഉദ്ഘാടന സമയത്ത് അല്ലെങ്കിൽ വീടുകളിൽ കയറി താമസിക്കുമ്പോൾ അതൊരു വലിയ കൊട്ടിഘോഷമൊന്നും ആക്കാതെ അവിടെയുള്ള ആളുകൾക്ക് അവരുടെ വ്യക്തിപരമായിട്ടൊരു ചടങ്ങാക്കി അതിനെ മാറ്റാൻ സാധിച്ചു. ഏറ്റവും മനോഹരമായിട്ടുള്ള, നിങ്ങൾ തന്നെ സൂചിപ്പിച്ച പോലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യമാണ്, ഏറ്റവും ഉദാത്തമായിട്ടുള്ള മാതൃകയാണ്. ഞങ്ങൾക്കത് സന്തോഷമുണ്ട്. ഞങ്ങളുടെ സഖ്യകക്ഷി എന്നുള്ള നിലയ്ക്ക്, ഞങ്ങളുടെ ഏറ്റവും അടുത്ത പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ നിമിഷത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. മറുവശത്ത് ഞങ്ങളൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഞങ്ങളതിൻ്റെ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്, ഞങ്ങളതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവിടെ ചില ലീഗൽ ഇഷ്യൂസും അതുപോലെ തന്നെ ചില അനുമതികളുടെയും ആവശ്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ മിനിഞ്ഞാന്നും KPCCയുടെ ഭാരവാഹി യോഗം രാത്രി ഉണ്ടായിരുന്നു, ഓൺലൈൻ യോഗം ഉണ്ടായിരുന്നു. അതിന് നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ മിനിഞ്ഞാന്ന് ചെയ്തു തീർത്തിട്ടുണ്ട്. ഞങ്ങളത് മുന്നോട്ട് പോയി. ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. മറുവശത്ത് CPM എന്താ ചെയ്തിട്ടുള്ളത്? CPM ഈ വാചകമടിയല്ലാതെ എന്താണ് CPM ചെയ്തിട്ടുള്ളത്? ഞങ്ങൾ ഗവൺമെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾ ഗവൺമെന്റിനെയും കോൺഗ്രസിനെയാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. ഗവൺമെന്റ് എന്ന് പറയുന്നത് ഖജനാവ് കൈകാര്യം ചെയ്യുന്ന ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു? സന്ദീപ് വാര്യർ, നിങ്ങൾ സർക്കാരിനെയും കോൺഗ്രസിനെയുമാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. ഞാൻ ലീഗിനെയും കോൺഗ്രസിനെയുമാണ് താരതമ്യപ്പെടുത്തി നോക്കിയത്. ഒരു മുന്നണിയിലെ ഒരു ഘടകകക്ഷി, താരതമ്യേന വലിയ ഘടകകക്ഷി നടത്തിയ വാഗ്ദാനം പാലിക്കപ്പെടാതെ പോവുകയും ഒരു ചെറിയ ഘടകകക്ഷി വാഗ്ദാനം ചെയ്ത വാഗ്ദാനം അതിഗംഭീരമായി മനോഹരമായി പാലിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിലൊരു ഇച്ഛാശക്തി ഇല്ലേ? അതോ ലീഗ് നിങ്ങളെക്കാൾ കേപ്പബിൾ ആണ് എന്ന് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുകയാണോ? പൂർത്തിയാക്കട്ടെ. ഞങ്ങൾക്ക് സർക്കാരിനെ ചോദ്യം ചെയ്യണം. സർക്കാരിനെ ചോദ്യം ചെയ്യുന്ന സമയം എന്താ? അവിടെ സർക്കാർ പണിത് കൊടുത്ത വീടുകളുടെ അവസ്ഥ എന്താ? മുഖ്യമന്ത്രി അവിടെ പോയി ഉദ്ഘാടനം നടത്തി, മഹാമഹം നടത്തി. ഇതാ ഞങ്ങൾ അവിടെ ഒരാൾക്ക് കയറി താമസിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താ? നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ? അപ്പോൾ സർക്കാർ ഈ സംസ്ഥാനത്തെ മുഴുവൻ ഖജനാവും കൈകാര്യം ചെയ്യുന്ന സർക്കാരിന് പോലും ഈ നിമിഷം വരെ ഒരാളെ കയറ്റി താമസിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ചോർച്ചയുടെ ആരോപണം വന്നു, ആക്ഷേപം വന്നു. മന്ത്രി പോയി ഇത് പെൻസിൽ വരെയാണെന്ന് പറയുകയാണ്. ലീഗിനെ അഭിനന്ദിക്കണം. അപ്പൊ സർക്കാരിനെ കുറ്റം പറയുന്നില്ല, സർക്കാരിനേക്കാൾ ലീഗ് അവിടെ ചെയ്തു. UDF-ന്റെ ഘടകകക്ഷിയാണ് ഞങ്ങൾ. എന്തിനാ ലീഗിനെ കുറ്റം പറയുന്നത്? ലീഗ് ചെയ്ത് കാണിച്ചില്ലേ? സർക്കാരിന് പറ്റിയില്ല. സർക്കാർ എന്ന് പറയുമ്പോൾ എന്താണ്? സർക്കാരിന് കഴിയാത്തത് ലീഗിന് പറ്റി. അപ്പൊ കോൺഗ്രസിന് കുറ്റമുണ്ടാവുമല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ലീഗിന് സാധിച്ചത് കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഞാൻ പറയാം, അതിന് മറുപടി പറയാം.
സ്വാഭാവികമായിട്ടും ഏറ്റവും വലുത് ഫിനാൻഷ്യൽ റിസോഴ്സ് തന്നെയാണ്. ഞങ്ങൾക്ക് കുറച്ച് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ KPCCയുടെ പൈസ കൂടി എടുത്തുകൊണ്ട് ഞങ്ങൾ ഭൂമി വാങ്ങി അവിടെ കല്ലിട്ടു, അതിന് നിർമ്മാണ പ്രവർത്തനങ്ങളെ പ്രാരംഭം കുറിച്ച് അവിടുത്തെ അനുമതി നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒരു പ്രൊജക്ട് ഓൺ ഗോയിങ് ആണ്, കോൺഗ്രസിന്റെ പ്രൊജക്ട് ഓൺ ഗോയിങ് ആണ്. ലീഗ് 51 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു, അത് കൈമാറി. അത് അവരെ അഭിനന്ദിക്കണം, ഹൃദയം തുറന്ന് അഭിനന്ദിക്കണം. സംസ്ഥാന സർക്കാർ ഒരു അനുമതിയും ആവശ്യമില്ലാത്ത എല്ലാ അനുമതിയും ലഭ്യമാകുന്ന കോടിക്കണക്കിന് രൂപയുള്ള സർക്കാരിന് സാധിക്കാതെ പോയതിന്റെ ഉണ്ടായിരുന്നില്ല. എത്ര പണമെന്നോ ഏത് അക്കൗണ്ടെന്നോ ഏത് ആപ്പെന്നോ നിരന്തരം ചോദിച്ചിട്ട് അവർക്ക് മറുപടി ഇല്ലാത്ത പ്രശ്നമുണ്ടായിരുന്നില്ല. 5 കോടി രൂപയാണ് ആകെ പിരിച്ചു കിട്ടിയതെന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലം മുഴുവനും CPM അടക്കം കടുത്ത പരിഹാസം ഉന്നയിച്ചിട്ട് പോലും പറയാതിരുന്നിട്ട് ഏറ്റവും അവസാനം 5 കോടി രൂപയാണ് പിരിച്ചു കിട്ടിയതെന്ന് പറയുമ്പോൾ ആപ്പ് എവിടെയെന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല. ഉണ്ടോ? ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിയാണ് മാധു. അത്തരം ചില ആഭ്യന്തര കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ വിചാരിക്കുന്ന സമയത്ത് ഞങ്ങൾ ജനങ്ങളോട് പറയും. അത് ഞങ്ങളുടെ പ്രൊജക്റ്റീവാണ്, ഞങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതിന് മറുപടി പറയേണ്ട ഒരു ബാധ്യത ഞങ്ങൾക്കില്ല. ഒരു ബാധ്യത ഞങ്ങൾക്കില്ല. ആ കാര്യത്തിൽ നിങ്ങളോട് മറുപടി പറയേണ്ട ഒരു ബാധ്യതയും കോൺഗ്രസ് പാർട്ടിക്കില്ല. കോൺഗ്രസ് പാർട്ടിക്കില്ല. വിമർശിച്ചില്ലേ? കാര്യമില്ലല്ലോ. കാര്യമില്ലല്ലോ. അല്ല, അപ്പൊ CPM-ന്റെ വാദം നിങ്ങൾ അംഗീകരിച്ചോ? നിങ്ങൾ ഇതിന് മറുപടിയായി വയനാട് ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുകാരെന്ന് നിങ്ങൾ CPM-നെ പരിഹസിച്ചില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത് ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലായിരുന്നോ? അതോ നിങ്ങൾ അത് അംഗീകരിച്ചോ? മാധു, കോൺഗ്രസിന്റെ ഫണ്ട് പിരിവ് സംബന്ധിച്ച് കോൺഗ്രസ് ഈ പ്രൊജക്ട് കഴിയുമ്പോൾ എത്ര തുക ചെലവാക്കിയെന്ന് സംബന്ധിച്ച് അണാപ്പൈ വ്യത്യാസമല്ല. ഈ പ്രൊജക്ട് കഴിഞ്ഞിട്ടില്ലല്ലോ, ഓൺഗോയിങ് പ്രൊജക്ട് അല്ലേ. ആ പ്രൊജക്ട് കഴിഞ്ഞ സമയത്ത് അണാപ്പൈ വ്യത്യാസമില്ലാതെ എവിടുന്ന് രൂപ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. മാസങ്ങളോളം ചോദിച്ചിട്ട് മിണ്ടാൻ പറ്റുമോ നിങ്ങൾക്ക്? ഏത് അക്കൗണ്ട് എന്ന് ചോദിച്ചിട്ട് മിണ്ടാൻ പറ്റുമോ? ഏത് ആപ്പ് എവിടെ എന്ന് ചോദിച്ചിട്ട് മിണ്ടാൻ പറ്റുമോ? ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒന്നിന് മറുപടി ഉണ്ടായിരുന്നോ? വാഗ്ദാന ലംഘനങ്ങളുടെ ഈ പരമ്പര മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നത്. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് CPM ചോദിച്ചില്ലേ? നിങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നോ? മാധു നിരന്തരമായി ചോദ്യം ചോദിച്ച് വായടപ്പിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി ഞങ്ങൾക്ക് ചില റൈറ്റ് ഉണ്ട്. ഞങ്ങൾ കൃത്യമായിട്ട് ഈ വീട് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനുള്ള മുഴുവൻ കണക്കുകൾ ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കും. അതൊന്നും ഞങ്ങൾ മാറുകയൊന്നുമില്ല. ഞങ്ങൾക്ക് എത്ര രൂപ വന്നു, ഞങ്ങൾ എങ്ങനെ ചെലവാക്കി, ഏതൊക്കെ രൂപ ഞങ്ങൾ കഴിയുന്ന ഈ പ്രൊജക്ട് ഓൺഗോയിങ് ആണ്. ഒറ്റ മിനിറ്റ് ആണല്ലോ. ശരി, ഒരു മിനിറ്റ്. ഞാൻ ശ്രീ SK സജീഷിലേക്ക് കൂടി പോയിട്ട് എനിക്കൊരു ഇടവേളയും അനിവാര്യമാണ്. അല്ല, സമയം പോയിരിക്കുന്നു. ഇടവേള മാത്രം സാധ്യമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഇതുപോലൊരു വലിയ ടൗൺഷിപ്പിന്റെ അനൗൺസ്മെന്റും അത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്ന സാഹചര്യമൊന്നും ഫണ്ടൊന്നും കണ്ടെത്തേണ്ടിയിരുന്നില്ല. കാരണം അത് കൈയയച്ച് CMDRF-ലേക്ക് കേരളത്തിലെ ജനത കൊടുത്തതാണ്. പക്ഷേ ഇപ്പോഴും അവിടെ ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്തതുമായി ബന്ധപ്പെട്ട ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസിന്റെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു സ്ഥലം ഏറ്റെടുപ്പ്. മന്ത്രി K. രാജൻ പറഞ്ഞത് അങ്ങനെ ഒരു സ്ഥലം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നതാണ്. കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് സമ്മർദ്ദത്തിലാക്കുക എന്നൊറ്റ ലക്ഷ്യം കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലം കൊടുക്കാതെ പോയോ? അത് ഒരു കാര്യം, നമ്മൾ ഈ വിഷയങ്ങളെല്ലാം നേരത്തെ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുകയും പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തതാണ്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയുമെല്ലാം ഈ കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിക്കുകയും ചെയ്തതാണ്. ആ വിശദീകരണങ്ങൾക്ക് പോലും ഒരു മറുപടി നൽകാൻ ശ്രീ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഏതെങ്കിലും ഒരു യോഗത്തിലോ മറ്റെവിടെയോ സ്ഥലത്തിന് വേണ്ടി ഇവർ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അത്തരമൊരു ആവശ്യമേ ഇവർക്കില്ലായിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ആ വസ്തുതയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല. കോൺഗ്രസ് എക്കാലത്തും ഇങ്ങനെയാണ്. നമ്മൾ ചോദ്യം ചോദിച്ചുകൊണ്ടോ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടോ കാര്യമില്ല. നേരത്തെ പ്രളയമുണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട്, 1000 വീടുകൾ പ്രഖ്യാപിച്ചു. 1000 വീടുകൾ എവിടെയാണ് ഉണ്ടായത്? 1000 വീട് എവിടെ ഉണ്ടായിട്ടില്ല. അന്നത്തെ KPCC പ്രസിഡന്റ് ശ്രീ MM ഹസൻ, അതിനുശേഷം മുല്ലപ്പള്ളി, അവരെല്ലാം പിന്നീട് അത് കൈയൊഴുകയും ഞങ്ങൾക്കത് സാധ്യമല്ല എന്ന് വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് എന്ന് നമുക്കറിയാം. ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. പ്രളയത്തിൻ്റെ ഘട്ടത്തിലാണ് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സഖാവ് കോടിയേരി അദ്ദേഹം പറഞ്ഞു എല്ലാ ലോക്കൽ കമ്മിറ്റികളോടും വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം. 1947 വീടുകളാണ് അങ്ങനെ നിർമ്മിക്കപ്പെട്ടത്. ഞങ്ങൾ കൊട്ടിഘോഷിച്ചിട്ട് അല്ല ആ കാര്യങ്ങൾ ചെയ്തത്. ഞങ്ങൾ വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചു. പ്രളയത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഭാഗമായി എല്ലാ പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വീടുകൾ നിർമ്മിച്ചു. അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇവരങ്ങനെയല്ല. ഇവർ കുറേ പ്രസ്താവനകളും
വലിയ രീതിയിലുള്ള പ്രചാരണ സജീഷ് ഇപ്പൊ നോക്കൂ, ഈ ചർച്ചയിൽ നിന്നുകൊണ്ടാണ് സന്ദീപ് വാര്യർ പറയുന്നത് സർക്കാർ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളത്. ഇതിപ്പോ എസ് സജീഷിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇത് നേരത്തെ പറയുകയും ക്ലാരിഫൈ ചെയ്യുകയും ചെയ്ത കാര്യമാണെന്നാണ്. പക്ഷെ ഇത് വീണ്ടും വീണ്ടും ആ ആരോപണം തന്നെയാണല്ലോ നേരിടേണ്ടി വരുന്നത്. അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റിച്ചു എന്ന് ഒരു സർക്കാരിന് നേരെയാണ് പറയുന്നത്, CPM-ന് നേരെയല്ല. മാധു, ഒരു കാര്യം ഞാനതാ പറയുന്ന, അപ്പുറത്തുനിന്ന് പറയുന്ന ആൾ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. അങ്ങനെയല്ലേ പറയാൻ വേണ്ടി കഴിയൂ. കാരണം എല്ലാ സർക്കാരിൻ്റെ സംവിധാനങ്ങളെന്ന് പറയുന്നത് രേഖാപരമായിട്ടാണ് നടക്കുന്ന യോഗങ്ങളിൽ. അതിൽ ഓരോരുത്തരും നടത്തുന്ന ചർച്ചകൾ മിൻസ് ചെയ്യപ്പെടും. ആവശ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ആവശ്യങ്ങൾ മിൻസ് ചെയ്യപ്പെടും. അങ്ങനെ ഞങ്ങൾക്ക് സ്ഥലം വേണമെന്നോ അങ്ങനെ ഒരു ആവശ്യവും സർക്കാരിൻ്റെ മുന്നിൽ ഉന്നയിച്ചിട്ടില്ല. ഇവർ സർക്കാരുമായി സഹകരിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പോയത് എന്ന് നമ്മൾ കണ്ടതാണ്. അവിടെ മുസ്ലിം ലീഗ് നടത്തിയ പ്രവർത്തനം വ്യത്യസ്തമായിരുന്നല്ലോ. അവർ തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ ശ്രീ സന്ദീപ് സൂചിപ്പിക്കുകയുണ്ടായി, അതായത് അവർക്ക് നിയമപരമായ ചില കാര്യങ്ങളെല്ലാം നിർവഹിച്ചു കിട്ടാനുണ്ട് എന്ന്. ശ്രീ സന്ദീപിന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരോട് ചോദിക്കരുതോ? ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതെന്തായിരുന്നു? ഞങ്ങൾക്ക് ഉള്ള നിയമപരമായ എല്ലാ തടസ്സവും നീക്കിത്തരാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ സഹായവും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? അത് സന്ദീപ് കേട്ടിട്ടില്ലേ? നിങ്ങളുടെ ഘടകകക്ഷിയാണ് എന്നാണല്ലോ ഈ ചർച്ചയിൽ പറഞ്ഞത്. ആ ഘടകകക്ഷിക്ക് ബാധകമാകുന്നത് കോൺഗ്രസിന് ബാധകമല്ലേ? അപ്പം നിങ്ങൾക്കിതൊന്നും പ്രശ്നമല്ല. ഇപ്പോൾ ഏതാണ്ട് 60 ദിവസം കഴിഞ്ഞിരിക്കുന്നു തറക്കല്ലിട്ടിട്ട്. ശ്രീ സന്ദീപിന് അറിയാമോ അവിടെ തറക്കല്ലെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പരസ്യമായിട്ടല്ലേ പറഞ്ഞു ഞങ്ങൾ പണി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ മാധ്യമപ്രവർത്തകരെല്ലാം പോയി നോക്കി അവിടെ എന്തെങ്കിലും പണി, ഒരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ശീലം അതല്ല. ഒരു കല്ലിൻ്റെ മുകളിൽ അടുത്ത കല്ലെടുത്ത് വെക്കുന്നതല്ല നിങ്ങളുടെ ശീലം എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. KPCC പണം പിരിച്ചു എന്ന് പറയുന്നു. ആ പണം ആദ്യം ധനലക്ഷ്മി ബാങ്ക് എന്നാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അതിലാണ് ആപ്പ്, പിന്നെ ഫെഡറൽ ബാങ്ക്, ഇതിലെല്ലാം കോടികൾ പിരിച്ചിട്ടുണ്ട്. ഇവിടെ DYFI എന്ന് പറയുന്ന ഒരു യുവജന പ്രസ്ഥാനം 100 വീടുകൾക്കുള്ള പണം സർക്കാരിലേക്ക് നൽകുകയാണല്ലോ. അങ്ങനെ നൽകുമ്പോൾ നമ്മൾ കാണേണ്ടത് എന്താണ്? വിവിധ വർഗ യുവജന സംഘടനകളെല്ലാം കോടിക്കണക്കിന് രൂപ സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ CPM-മായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചത്. സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലൂടെ ഈ പ്രവർത്തനങ്ങളെ ടൗൺഷിപ്പിന് മുന്നോട്ട് കൊണ്ടുപോവുക. അതായിരുന്നു ഞങ്ങളുടെ തീരുമാനം. ടൗൺഷിപ്പ് എന്ന് പറയുന്നത് വിശാലമായ ഒരു ആശയമാണ്. ഏതാണ്ട് 2000-ൽ പരം ആളുകൾക്ക് ഒരുമിച്ച് താമസിക്കാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക. അവിടെ കേവലമായ വീടുകൾ മാത്രമല്ല, വീടുകൾ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളെല്ലാം ഒറ്റ മിനിറ്റ് ഞാൻ പൂർത്തീകരിക്കട്ടെ. അതായത് നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളെല്ലാം ജീവിക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഒരു വാർഡിൽ 100-300 വീടുകളാണ് ഉണ്ടാവുക. അവിടെ 410 വീട് എന്ന് പറയുമ്പോൾ ഏതാണ്ടൊരു 1.5 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിലുള്ള മുഴുവൻ വീടുകളും പുനർനിർമ്മിക്കുക എന്നുള്ളതാണ്. അവിടെ റോഡുകൾ, അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണം, അണ്ടർഗ്രൗണ്ട് വൈദ്യുതി പാനലുകൾ, അതുപോലെയുള്ള മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങി എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നു. ഇപ്പോഴും അവിടെയുള്ള ആളുകൾക്ക് കൃത്യമായി വാടക നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് എല്ലാ ദിവസവും 300 രൂപ എന്ന നിലയിൽ പണം നൽകിക്കൊണ്ടിരിക്കുന്നു. സമയം ഉണ്ട്. അത് കഴിയുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ എന്റെ ഉദ്ഘാടനം നടത്തിയത്. പക്ഷെ ഇപ്പോഴും അവർക്കത് സാധ്യമാകുന്നില്ല എങ്കിൽ അതിലെന്തോ അതിന്റെ നടത്തിപ്പിൽ പ്രശ്നമുണ്ടായെന്നല്ലേ ശ്രീ SK സജീഷ് അതിന്റെ അർത്ഥം? മാധു, ഒരു കാര്യം, ആളുകൾ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ വ്യാഖ്യാനിക്കട്ടെ. പക്ഷേ അവിടെ ദുരിതം അനുഭവിച്ച ആളുകൾ, ആ ആളുകൾക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ, മനോഹരമായ രീതിയിൽ തന്നെ ഒരു സർക്കാരിന്, രാജ്യത്തിന് മാതൃകയായ രീതിയിൽ നമുക്കെല്ലാവർക്കും തന്നെ മലയാളികൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പുനരധിവാസം നമുക്ക് സാധ്യമാകും. ആ സാധ്യമാകും പൂർത്തീകരിച്ച് അതിലേക്ക് ആളുകൾ എത്തുമ്പോൾ അത് നമ്മുടെ എല്ലാം അഭിമാനമായിരിക്കും. രാജ്യം നാളെ ചർച്ച ചെയ്യുമ്പോൾ, ലോകം ചർച്ച ചെയ്യുമ്പോൾ വയനാട് പുനരധിവാസം പോലെ, ടൗൺഷിപ്പ് പോലെ എന്ന ഒരു ആശയത്തിലേക്ക് വരും. അല്ലാതെ ഈ കോൺഗ്രസിൻ്റെ കാലത്തെ സുനാമി വീടുകൾ പോലെ എന്നൊരാളും പറയില്ല. അങ്ങനെ പറയാൻ വേണ്ടി കഴിയില്ല. അതാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവം. ഈ അനുഭവം വെക്കുമ്പോൾ ഇപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞ ഒറ്റ കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഞങ്ങൾ KPCC-യുടെ ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ചിട്ട് സ്ഥലം വാങ്ങേണ്ടി വന്നുവെന്ന്. സന്ദീപ് വാര്യരെ, അങ്ങനെയല്ലല്ലോ KPCC പ്രസിഡന്റും കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്രയാണ് പിരിച്ചത്? ആകെ 5 കോടി രൂപ പിരിക്കാനുള്ള ശേഷിയെ കേരളത്തിലെ കോൺഗ്രസിനുള്ളൂ. അത് സന്ദീപ് വാര്യർ സമ്മതിക്കുന്നു. സന്ദീപ് വാര്യർ ഇപ്പോൾ BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്ന ആളാണല്ലോ. ഇത്രയും ഒരു ശേഷിയില്ലാത്ത ഇത്രയും വലിയൊരു പ്രശ്നത്തിന് പല സംഘടനകളും പണം പിരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഇത്രയേ ശേഷിയുള്ളൂ. യൂത്ത് കോൺഗ്രസും എല്ലാം കൂടിയിട്ട് 5 കോടിയെ പിരിക്കാൻ ശേഷിയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെല്ലാം അങ്ങ് തൊടാതെ വിഴുങ്ങിക്കളയാം.
ശ്രീ അല്ല, സന്ദീപ് ശരി, വാര്യർ അല്ല, അത് പറഞ്ഞോളൂ, അവരുടെ ശ്രീ ആഭ്യന്തര വി. ഡി. വിഷയമാണ്, സതീശൻ സംസാരിക്കാനില്ല പറഞ്ഞോളൂ. എന്നത് അപ്പോൾ കൂടി കേരളത്തിലെ പറയുകയും ചെയ്തല്ലോ. ജനങ്ങൾക്കറിയാം പക്ഷേ ശ്രീ സന്ദീപ് വാര്യർ, എങ്ങനെയാണ് ഞാനൊരു ഇടവേള എടുക്കുകയാണ്. തിരികെ ഞാൻ മറ്റു അതിഥികളിലേക്ക് ആഭ്യന്തര പോകേണ്ടതുണ്ട്. പക്ഷേ വിഷയമാണെങ്കിലും സർക്കാരിൽ നിന്ന് ആ സ്ഥലം ചോദിച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിലുള്ള രേഖകൾ ഉണ്ടെങ്കിലോ അത് പിന്നീട് തരില്ല എന്നാണ്. അല്ല, ആ ഒരു സാഹചര്യം കഴിഞ്ഞല്ലോ. സ്വാഭാവികമായിട്ടും ആ ഒരു പ്രചരണത്തിന് തന്നെ നമുക്കറിയാം, അതിന് മുൻകൈയെടുത്തത് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ആ കോൺഗ്രസ് സ്ഥാനാർത്ഥി കോൺഗ്രസ് ക്യാമ്പാണ്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് എതിർ സ്ഥാനാർത്ഥിയെ എങ്ങനെ ഒക്കെ ധാർമ്മികമായോ അധാർമികമായോ വീഴ്ത്താമോ എന്ന് ശ്രമിച്ചു. അവർ ഒരു വീഡിയോ എടുത്തുകൊണ്ടുവന്നു. ആ വീഡിയോ ആണെങ്കിൽ ഒരു കൃത്യതയുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നില്ല. അത് വച്ച് ഈ പറഞ്ഞ കോൺഗ്രസും UDF ഒക്കെ സ്ഥാനാർത്ഥിയെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പരിശോധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിലൊരു നടപടി എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കാര്യം വ്യക്തമാണ്. അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലായിരുന്നു. ആ കണ്ണിലെ പൊടിയിടൽ എന്നുള്ളത് പാലക്കാട് വോട്ടർമാർ അതിൽ എത്രത്തോളം അവരെ തെറ്റായ വഴിയിൽ സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതിനനുസരിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം. എന്തായാലും അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ഒരു തരത്തിലും സ്വാധീനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ആ ദിവസം തന്നെ കാര്യങ്ങൾ ക്ലിയർ ആയതാണ്. മാധ്യമങ്ങളിലൂടെ തന്നെ ആ വാർത്ത വന്നതാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതിനിധികൾ കാര്യം വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് ഇത് കേവലം കെട്ടിപ്പൊക്കിയ ഒരു കാര്യമാണ് എന്ന് തലേ ദിവസം തന്നെ, അതായത് നിശബ്ദ പ്രചരണം നടന്ന ദിവസം വൈകിട്ട് തന്നെ ജനങ്ങൾക്ക്, പാലക്കാട് വോട്ടർമാർക്ക് ബോധ്യമായിട്ടുണ്ട്. അത് കേരളത്തിൽ മൊത്തം ബോധ്യമായിട്ടുണ്ട് എന്ന് അത് കഴിഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് വന്ന പല പോസ്റ്റുകളിൽ നിന്നും പലരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. അതുകൊണ്ട് അതൊന്നും സ്വാധീനിക്കാൻ സാധ്യതയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ NDA മുന്നോട്ട് വെച്ച മുദ്രാവാക്യം വികസിത കേരളം എന്നതാണ്. ആ ആശയം ദേശീയ തലത്തിൽ BJPയും NDAയും നടപ്പാക്കിക്കൊണ്ടിരുന്ന ആശയവും അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും അവിടെയുള്ളവർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതും ഒരു BJP വേർഷനാണ്, BJP നാരേറ്റീവാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ മൊഴിയെടുത്തു. ശോഭാ സുരേന്ദ്രൻ അഭിഭാഷകർക്കൊപ്പം എത്തി മൊഴി നൽകി. അത് അവിടെ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രനോട് തന്നെ എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ ബന്ധുവിന് പണം നൽകിയതാണ്, കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ ബന്ധുവിന് പണം നൽകിയതാണ് എന്ന കാര്യം അടക്കം പറയുകയും ചെയ്തു. പിന്നെ എന്താണ് അതിൽ ബോധ്യപ്പെടലെന്ന് മനസ്സിലാകുന്നില്ല. അല്ല, എന്തായാലും ആ സ്ത്രീയോട് സംസാരിച്ചിരുന്നു. അവർ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സ്വാഭാവികമായിട്ടും ഇതൊരു പരാതിയൊക്കെ ആയതുകൊണ്ട് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പാർട്ടി ഈ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ പുറത്താക്കുകയും ചെയ്ത വനിതാ നേതാവ് പറഞ്ഞത് സ്ഥിരമായി വോട്ടിന് പണം കൊടുക്കുക എന്നത് ശോഭയുടെ സ്വഭാവമാണ് എന്നൊരു പ്രതികരണമാണ് നടത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് അടുത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് നടപടി അവർക്കാണ് നേരിടേണ്ടി വന്നത്. അതിനിടയിൽ ശോഭാ സുരേന്ദ്രന്റേതായി പുറത്തു വന്ന ഓഡിയോ അടക്കം വലിയ ചർച്ചയുമാവുകയും ചെയ്തു. അതൊരു പാർട്ടി സംവിധാനത്തിലാകുമ്പോൾ പാർട്ടി അന്വേഷിച്ചിട്ടാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുക. പാർട്ടി അതിലൊരു തീരുമാനം എടുത്തല്ലോ. അപ്പോൾ അതിൽ പാർട്ടിയുടെ തീരുമാനം എന്താണെന്നുള്ളതും മുന്നണിയുടെ തീരുമാനം എന്താണെന്നുള്ളതും വ്യക്തമാണല്ലോ. അപ്പോൾ ആ സംഭവം അവിടെ തീർന്നു നമ്മൾ ഇനി വിചാരിക്കേണ്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അത് വീണ്ടും ചർച്ച ചെയ്യണമെന്നാണെങ്കിൽ ചർച്ച ചെയ്യുക. പക്ഷേ അത്തരം ചർച്ചകൾക്കൊന്നും BJPയോ അല്ലെങ്കിൽ NDAയോ അധികം ഊന്നൽ നൽകുന്നില്ല. BJPയും NDAയും പറയുന്നത് വികസന രാഷ്ട്രീയമാണ്. ആ വികസന രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ടാണ് ദേശീയ രാഷ്ട്രീയത്തിൽ NDAക്ക് BJPക്ക് ഇടം നേടാൻ സാധിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്തടുത്ത കൂടുതൽ സംസ്ഥാനങ്ങളിൽ വിജയിക്കും. ഇത്തവണ തന്നെയും ബംഗാളിൽ BJP വിജയിക്കും എന്നൊരു സാഹചര്യത്തിലേക്കാണ് ചർച്ചകൾ പോകുന്നത്. ആ രീതിയിലേക്കൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള മുദ്രാവാക്യം വികസിത കേരളം അല്ലെങ്കിൽ വികസിത ഭാരതം എന്നുള്ളതാണ്. ആ മുദ്രാവാക്യവുമായിട്ട് തന്നെയാണ് BJP മുന്നോട്ട് പോവുക. ഈ രീതിയിലുള്ള പ്രതിസന്ധികളും അതുപോലെ തന്നെ വഴി തടയലുകളും, അതായത് വളർച്ചയിൽ നിന്നുള്ള BJPയുടെ വളർച്ചയിലേക്കുള്ള വഴി തടയലുകൾ മറ്റ് മുന്നണികളിൽ നിന്നും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് പറയുന്നവരിൽ നിന്നൊക്കെ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് NDA ഇവിടെ നിൽക്കുന്നത്. NDA എന്ത് രാഷ്ട്രീയ നയം സ്വീകരിക്കണം എന്നൊക്കെ ഉപദേശിക്കുന്നവരൊക്കെ മറ്റ് പാർട്ടികളിലൊക്കെ ഉണ്ട്. ഏതായാലും അവരുടെ ഉപദേശം നിൽക്കാനൊന്നും NDA നിൽക്കാൻ സാധ്യതയില്ല. NDAക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അത് കേരളത്തിലെ സാഹചര്യം കൂടെ നിരീക്ഷിച്ചാണ് കേരളത്തിലൊരു നിലപാടെടുക്കുക. ആ നിലപാടും നയമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ വളർച്ച ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തുന്ന പാർട്ടി BJP ആണ്. അതുകൊണ്ട് യാതൊരു മൊഴി നൽകിയിട്ട് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രന്റെ മൊഴി എടുത്തതിന് അപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ അവസാനിപ്പിച്ചു എന്ന് അങ്ങ് ആദ്യം പറഞ്ഞത് തെറ്റാണ് അല്ലേ? ഒരു നടപടിയും എടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് അന്ന് വൈകുന്നേരം ആ സ്ത്രീയോട് സംസാരിച്ചപ്പോൾ അവർ പണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞ കാര്യം. ഇനിയിപ്പോൾ അതിൻ്റെ നിയമപരമായിട്ടുള്ള കേസെടുക്കുകയോ മറ്റു കാര്യങ്ങളോ മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോകട്ടെ. പക്ഷേ അതിനകത്ത് നടപടി ഉണ്ടാകില്ല എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഉറപ്പാണ്. നമുക്ക് എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത്തരം നടപടികൾ മുന്നോട്ട് പോകട്ടെ. അതിപ്പം ഏത് നിയമ സംവിധാനത്തിനുള്ളിലായാലും അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകണമല്ലോ. അത് മുന്നോട്ട് പോകട്ടെ. നമുക്ക് കാണാം. എന്തായാലും അത് തെരഞ്ഞെടുപ്പിനൊന്നും ബാധിക്കില്ല. NDAയുടെ കേരളത്തിലെ വിജയത്തെയൊന്നും അതൊരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ NDAയുടെ വിജയത്തെയൊന്നും എന്തായാലും അതൊരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. എന്തായാലും NDAക്ക് അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അത് ഓരോ തെരഞ്ഞെടുപ്പിലും വർദ്ധിച്ചു വരികയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ
പാർലമെന്റ് വിജയിക്കാൻ സാധിച്ചു, മണ്ഡലം വിജയിക്കാൻ സാധിച്ചു, അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിക്കാൻ സാധിച്ചു. ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പമോ ചാഞ്ചല്യമോ ഒന്നും NDA ക്യാമ്പിലില്ല. NDA ക്യാമ്പിന്റെ ആത്മാഭിമാനവും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിച്ചിട്ടേ ഉള്ളൂ. കൂടുതൽ പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ NDA ക്യാമ്പിലേക്ക് വരുന്ന സാഹചര്യം കേരളത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ട് NDAയുടെ എന്താ പറയുക, ബേസ് ശക്തി പ്രാപിച്ചു വരികയാണ്. വരും തെരഞ്ഞെടുപ്പുകളൊക്കെ അത് പാറ്റേൺ മാറിയോ? ഈ തുടർഭരണം എന്നത് പോലും 5 വർഷം തികച്ചു ഭരിച്ചിട്ടും തുടർഭരണം എന്നത് കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത ഒന്നാണ്. അത് 2021 മാറിയിരിക്കുന്നു. ഇപ്പോഴും ഒരു മൂന്നാം ഊഴം പ്രതീക്ഷിക്കാൻ മാത്രം CPM ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ കേരളത്തിന്റെ ഭരണ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ മാറിപ്പോയോ? അല്ല, പാറ്റേൺ മാറിയതല്ല. CPM-ന് അതിന്റെ നേതൃത്വത്തിന് ഒരു പ്രതീക്ഷയുണ്ട്. അതായത് അവർ ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് മതിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസം. അതിന്റെ പേരിലാണ് തെരഞ്ഞെടുപ്പിന് അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ. വയനാട് പുനരധിവാസം ഉൾപ്പെടെ കേരളത്തിൽ 5 വർഷത്തെ സർക്കാർ, 5 വർഷത്തെ അല്ല 10 വർഷത്തെ സർക്കാർ ചെയ്ത കാര്യങ്ങൾ അത് ജനങ്ങൾ വിലയിരുത്തിക്കോട്ടെ. ജനങ്ങൾ വിലയിരുത്തി വീണ്ടും ഒരു തവണ കൂടെ ജയിപ്പിക്കുകയാണെങ്കിലോ മധു, എന്തായിരിക്കും സ്ഥിതി? കേരളം അത് വല്ലാത്തൊരു റെക്കോർഡായിരിക്കും. അത് തന്നെയാണ് സജീഷ് അവിടെ ഇരിപ്പുണ്ടല്ലോ, അത് വല്ലാത്തൊരു റെക്കോർഡായിരിക്കും. ഒരു പെരുത്ത റെക്കോർഡ് തന്നെയായിരിക്കും, യാതൊരു സംശയവുമില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് വെല്ലുവിളികളും വളരെ ഉണ്ടാവും. സപ്പോസ് ജയിക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിനും വലിയ വെല്ലുവിളി ഉണ്ടാവും. ആ വിജയം തന്നെ അവർക്ക് വലിയൊരു ബാധ്യതയാവും. ആ വിജയം തന്നെ അവർക്കൊരു വലിയ നേട്ടത്തോടൊപ്പം തന്നെ അവർക്ക് വലിയൊരു വെല്ലുവിളിയാകും എന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായം. അത് കോൺഗ്രസിന് ഭയങ്കര തിരിച്ചടിയായിരിക്കും. ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷം പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് അതൊരു വലിയ പരാജയമായിരിക്കും, ഒരു വലിയ തിരിച്ചടിയായിരിക്കും, സംശയമില്ല. കോൺഗ്രസിന് വലിയ നേട്ടവുമായിരിക്കും. അതാണ് കോൺഗ്രസിന്റെയും CPM-ന്റെയും പ്രത്യേകത. അതാണ് രണ്ടു പേർക്കും ഇവിടെ വിജയിക്കുക എന്നുള്ളത് അനിവാര്യമായ ഒരു കാര്യമാണ്. വിജയിച്ചേ പറ്റൂ മധു, ഈ 2 പാർട്ടികൾക്കും. അതുകൊണ്ടാണ് ഈ മത്സരം അത്രയും പ്രാധാന്യമേറുന്നത്, ഈ മത്സരത്തിന് അത്രയും പ്രസക്തിയേറുന്നത് അതുകൊണ്ട് തന്നെയാണ്. ശരി, വളരെയധികം നന്ദി. എന്തായാലും 7ാം ദിവസം കേരളത്തിന്റെ രാഷ്ട്രീയ വിധി വരാനിരിക്കുകയാണ്. വലിയ ആത്മവിശ്വാസ പ്രകടനം നടത്തുന്നുണ്ട് എല്ലാ മുന്നണികളും. അതിനപ്പുറത്തേക്ക് നെഞ്ചിടിപ്പേറ്റുന്നുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയുകയും ചെയ്യാവുന്നതാണ്. മുഖ്യമന്ത്രി ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ സ്റ്റാഫിനെ അടക്കം തീരുമാനിക്കുന്നതിന് മാനദണ്ഡങ്ങൾ ലീഗ് പുറത്തിറക്കുന്നു. 90 സീറ്റ് നൽകി അധികാരത്തിലെത്തും, 3-ാം ഊഴം എന്ന ആത്മവിശ്വാസം LDF മുന്നോട്ട് വെക്കുന്നു. 4 സീറ്റുകൾ എന്നുള്ളതാണ് ഏറ്റവും അവസാനം BJP എത്തി നിൽക്കുന്ന ആത്മവിശ്വാസം എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 7ാം ദിവസം Debate with Madhu Saji.